കപ്പെടുത്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണോ? എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു. ആദ്യം തന്നെ സിജോവിനെ ഫൈനൽ ഫൈവിൽ എത്തിക്കാത്ത ജനങ്ങൾക്കൊരു നന്ദി. ഇത്രയും ഒരു അസൂയില്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾ നേരത്തെ പറഞ്ഞു വിട്ടത് ഏതായാലും നന്നായി. എൻ്റെ പൊന്നടാവേ, അസൂയ കുശുമ്പ് എന്നിവ തീരെ തൊട്ട് തീണ്ടാത്ത ഒരു മത്സരാർത്ഥി, അതാണ് സിജോ. സത്യം പറഞ്ഞാൽ സിജോയ്ക്കിട്ട് അന്ന് റോക്കി കൊടുത്തത് കറക്റ്റായിരുന്നു. വെറുതെ അല്ല കേട്ടോ റോക്കി എടുത്തിട്ട് പൂശിയത്. അങ്ങോട്ട് പോയി എരന്ന് വാങ്ങി പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് തീപ്പൊരിയാകും തീയാവും എന്നെല്ലാം പറഞ്ഞ് നടന്നിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്നപ്പം നാട്ടുകാർ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് പുറത്തിരുന്നിട്ട് ഇങ്ങനെ മൂങ്ങുക, കപ്പ് കിട്ടാത്തതിനും ഫൈനൽ ഫൈവിൽ എത്താത്തതിനും. എന്താ പൊന്നു മോനെ സിജോ കുട്ടാ ഇങ്ങനെയെല്ലാം. കപ്പെടുക്കും എന്നുള്ളതാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ 5 പേരുടെ കൂട്ടത്തിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറൊരാളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് അർജുന്റെ കൂടെയായിരുന്നു. അതെന്താ സിജോ അർജുന്റെ കൂടെ നിൽക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അതെന്തായിരുന്നു? കാരണം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദവും ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുന്റെ കൂടെ നിന്നിരുന്നത്. പിന്നെ കപ്പൊരാക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമ്മളതിനകത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിതിനാണ് എക്സൈറ്റഡ് ആവുന്നത്. കാരണം ഞാനിവിടെ കയറുമ്പോഴത്തേക്കും എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഞാൻ ലാലേട്ടനിക്ക് പറഞ്ഞു ഒരുപാട് നിർഭാഗ്യം എന്നെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യത്തിനകത്ത് നമ്മൾ പിന്നെ എക്സൈറ്റ്മെന്റ് എനിക്കില്ലായിരുന്നു. എൻ്റെ പൊന്നു സിജോ ശരിക്കും എക്സൈറ്റഡ് ആവണം. കാരണം റോക്കിയുടെ നിന്ന് അടി മേടിച്ചിട്ട് ആ സമയത്ത് തന്നെ വീട്ടിൽ പോയി കുത്തിയിരുന്ന് ടി വിയിൽ ബിഗ് ബോസ് കാണേണ്ട ആളാണ് സിജോ. എന്നിട്ട് പിന്നെ രണ്ടാമത് കയറ്റി വിട്ടതാണ്. ഓക്കെ, കയറ്റി വിട്ടിട്ട് ഇത്രയും ദിവസം നിൽക്കാൻ വേണ്ടി പറ്റി. അതിൽ എക്സൈറ്റഡ് ആവണം. പിന്നെ മറ്റുള്ളവർക്ക് അത് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, എന്നാൽ അടുത്ത ആൾക്ക് കിട്ടുമ്പം അതിൽ കുറച്ച് അത് ഒന്നും വേണ്ട. ജിൻഡോ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ പുള്ളീൻ്റെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ തന്നെ മാറുക. അത് സിജോൻ്റെ മാത്രമല്ല, സായി ഇതേപോലെ തന്നെ. സായി ഇതുവരെ ജിൻഡോ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത്രയ്ക്കുണ്ട് ഈ ചങ്ങായിമാരുടെ ഉള്ളിലുള്ള കുശുമ്പും എന്താ പറയുക. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയിനെ എന്തായാലും ജയിപ്പിക്കൂല, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണെന്ന് തോന്നുന്നു. ഓക്കെ, കാര്യം പറഞ്ഞില്ല. അർജുൻ എന്തുകൊണ്ടാണ് ശരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചൊന്ന് അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. എന്താ പറയണ്ടേ, ഒന്നാമത് കാണാൻ നല്ല ഹാൻഡ്സം ആണ്, യങ്ങാണ്. അപ്പൊ ഒരുപാട് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ആൺകുട്ടികളാണെങ്കിൽ മോഡലാണ് അവൻ. അപ്പം ആ രീതി കൊള്ളാം, അടിപൊളി മറുപടിയാണ്. അർജുൻ കാണാൻ നല്ല ഹാൻഡ്സമാണ്, യങ്ങാണ്. അതുകൊണ്ടാണ് അർജുനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് സിജോ ചേട്ടൻ്റെ മനസ്സിലുള്ള വിന്നർ എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസിൻ്റെ വിന്നർ ആവണമെങ്കിൽ നല്ല ഹാൻഡ്സം ആയിരിക്കണം, നല്ല അടിപൊളിയായിരിക്കണം, മോഡലായിരിക്കണം. അതൊക്കെയാണ് സിജോ ചേട്ടൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ സിജോ ചേട്ടനൊക്കെ ഇതും പ്രതീക്ഷിച്ചാണോ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്? അതായത് ഞാൻ ഹാൻഡ്സമാണ്, ചുള്ളനാണ്, അതുകൊണ്ട് എനിക്ക് കപ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ ചേട്ടൻ പോയിട്ടുണ്ടാവുക. എന്നിട്ട് ബാക്കി പറ. ഒരുപാട് ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഇത് ജെന്റിൽമാൻ പേഴ്സൺ ആയിട്ടാണ് അവനോട് നിന്നിട്ടുള്ളത്. അപ്പൊ പല ആൾക്കാർ പലവിധമല്ലേ. അപ്പൊ ഒരു ജെന്റിൽമാൻ രീതിയിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാളോട് ഒരു ഇഷ്ടം തോന്നാം. ആ രീതിയിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ എന്തെങ്കിലും പറയാനില്ല? ഒരുപാട് കാര്യങ്ങളൊക്കെ PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, അങ്ങനെ പറയാൻ കാരണം കാരണം ഇത്തവണ ഞാൻ ഒരുപാട് PR കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുണ്ട്. പൊന്നോ, എന്താടോ ഇതെല്ലാം ഈ പറയുന്ന എന്താ സംഭവം എന്നറിയാം. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് ഇവനൊന്നും പിടിച്ചിട്ടില്ല. അതാണ് മെയിൻ സംഭവം. ഇത് ജിൻഡോ PR കൊടുത്തിട്ടാണ് കപ്പടിച്ചത് എന്നാണ് ഇവൻ പറയാണ്ട് പറയുന്നത്. ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? ഷിജോ എന്നെല്ലാം ആദ്യം പറഞ്ഞ് നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നെല്ലാം പറഞ്ഞ എല്ലാവരുടെയും വായിൽ ഇപ്പോൾ അണ്ണാക്കിൽ കിട്ടിയല്ല. ഇതാണ് ഇവൻ്റെ എല്ലാം മനസ്സിലിരിപ്പ്. അതായത് PR വർക്ക് കാരണമാണ് ഇപ്പോഴത്തെ വിന്നറായുള്ള ജിൻഡോ ജയിച്ചത് എന്നാണ് പറയാതെ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സായി വാഴയില്ലേ, ആ ചങ്ങായും പറയുന്നത്. സിജോ ചേട്ടൻ അങ്ങനെ PR കുറിച്ചൊന്നും അറിയാൻ വഴിയില്ലല്ലോ. കാരണം സിജോ ചേട്ടൻ്റെ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ സിജോ ചേട്ടൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് PR കുറിച്ചൊന്നുമല്ല. സിജോ ചേട്ടൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സിജോ ചേട്ടൻ്റെ ഒരു ചാനലുണ്ടല്ലോ, സിജോ ടോക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിലുണ്ട് സിജോ ചേട്ടൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതായത് എന്തിനെക്കുറിച്ചാണ് സിജോ ചേട്ടന് കൂടുതലായിട്ടുള്ള അറിവും
വിവരം എന്നുള്ളത് സിജോ ചേട്ടൻ്റെ ചാനലിലുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ഒറ്റ മിനിറ്റ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ സൈഡിൽ കാണാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിജോ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ സിജോ ചേട്ടന് ഏത് കാര്യത്തിലാണ് കൂടുതൽ അറിവ്, അല്ലെങ്കിൽ ഏതിനെക്കുറിച്ചാണ് സിജോ ചേട്ടന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പുള്ളീൻ്റെ വീഡിയോൻ്റെ തംബ്നെയിൽസൊക്കെ ഒന്ന് വായിക്കാം. ഓക്കെ. ഒന്നാമത്, ഒരേ സമയം 2 ഭർത്താക്കന്മാർ ഭീഷണി, അവസാനിച്ചത് കൊലപാതകത്തിൽ, എല്ലാ തെളിവും കണ്ടെത്തിയത് ഭാര്യ. ഓക്കെ, കൊള്ളാലോ. ഇത് ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ്. അതിന് ബാക്കിലേക്ക് നമുക്ക് പോവാം. തുടർച്ചയായി 3 മാസം അളവിൽ കൂടുതൽ വയാഗ്ര ഉപയോഗിച്ച് ഭാര്യയുമായി സെക്സ്. ഉത്തർപ്രദേശ് ഹരിണിയുടെ കൊലപാതകം. ഓക്കെ. അടുത്തത്, കാമം തീർക്കാൻ മാത്രം അവളോട് സ്നേഹം കാണിച്ചു, 3 തവണ അബോർഷൻ, ഗർഭിണി ആയെങ്കിൽ വിവാഹം കഴിക്കില്ല. ഓക്കെ. +2 വിദ്യാർത്ഥികൾ നടത്തിയ സെക്സ് പാർട്ടി, 17കാരൻ ചെയ്ത കൊലപാതകം, ഹോട്ടലിൽ പ്രായപൂർത്തിയാകാത്ത 52 പേർ. ഓക്കെ. അനുജൻ്റെ ഭാര്യയുമായി തുടർന്നു പോയ ലൈംഗിക ബന്ധം, ഒടുവിൽ കൊലപാതകം, ഒടുവിലെല്ലാം നേരിൽ കണ്ട് ഭർത്താവ്. അമ്മയുടെ കാമുകനെ മകൾക്ക് വേണം, 3 പേർക്കുമിടയിൽ ലൈംഗിക ബന്ധം, അമ്മയുടെ കാമുകന് വേണ്ടി കൊലപാതകം. ഭാര്യയ്ക്ക് പീരീഡ്സ് ആയാൽ ഭർത്താവും അമ്മായിയമ്മയും തല്ലും ചീത്തവിളിയും, കഴിവില്ലാത്ത ഭർത്താവ് എന്ന തോന്നലിൽ ഭാര്യയെ കൊലപ്പെടുത്തി. 22കാരന് ടീച്ചറുമായുള്ള ലൈംഗിക ബന്ധം തുടരണം, ഒടുവിൽ കൊലപാതകവും. കേസിൽ വഴിത്തിരിവായ വീഡിയോ ക്ലിപ്പ്. ഇവളുടെ കാമപ്രാന്തിൽ 2 കാമുകന്മാരെ കൂട്ടുപിടിച്ച് 12കാരനോട് ചെയ്തത്, ലൈംഗിക സുഖത്തിന് ചെയ്ത കൊലപാതകം. അവിഹിത ബന്ധം തുടരാൻ കാട്ടിൽ നഗ്നപൂജ, സ്വാമി ജനനേന്ദ്രിയ അറുത്തു, പശ ഒഴിച്ച് ശരീരം ഒട്ടിച്ച് പിന്നീട് കൊലപാതകം. മകളും 2ാനച്ഛനും തമ്മിൽ ലൈംഗിക ബന്ധം. സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, സോറി, ക്ഷമിക്കണം. ഓക്കെ. നമ്മുടെ സിജോ ചേട്ടൻ്റെ ഓരോ തമാശകൾ അങ്ങനെ പോകുന്നു. നമ്മുടെ സിജോ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിലെ തംബ്നെയിൽസ്, എൻ്റെ പൊന്നോ, ഇതല്ലാണ്ട് പുള്ളിക്കാരനൊന്നും പറയാനില്ല. ഈ ചാനലിൽ ഇത് കണ്ടിട്ടാണ് പുള്ളീനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. എന്തോന്നടേ ഇത്, അയ്യേ ഞാണക്കേട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഇത് പണ്ടേ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ വെച്ചാൽ സിജോ നല്ലൊരു ഗെയിമറാണ്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളീനെ നമ്മൾ വലിയ ഇതൊന്നും ആക്കാൻ നിന്നിട്ടൊന്നുമില്ല. കാരണം പുള്ളിക്ക് അന്നേരം ആ ഒരു റോക്കിൻ്റെ നിന്ന് ഒരു അടിയെല്ലാം കിട്ടിയിട്ട് ആകെ സീനായി, അന്നേരം കുറച്ച് പാവെല്ലാം തോന്നിയായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളീൻ്റെ സ്വഭാവമെല്ലാം മാറി. പുള്ളീൻ്റെ വിചാരം എന്താ വെച്ചാൽ പുള്ളി ഭയങ്കര സംഭവമായിരുന്നു, ശരിക്കും കാട്ടുതീയായിരുന്നു. എന്നിട്ട് PR കാരണം, അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ PR കാരണമാണ് സിജോ പുറത്തായത്. ഒന്നുമല്ല, സിജോയും സായിയും നന്ദനയും കൂടെ അവിടെ ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. അവസാനം അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്ത് പുറത്ത് കളഞ്ഞു, അത്ര തന്നെ. അതിലിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ കപ്പടിച്ച ഒരാളെക്കുറിച്ചല്ല ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞ് നടക്കലും ഇതൊക്കെ മോശമല്ലേ ഏട്ടായി?